വൈകിട്ട് എന്താ പരിപാടി എന്ന് മോഹൻലാലിൻ്റെ പഴയ ചോദ്യത്തിന് ആ പരിപാടിയല്ല നമ്മൾ ഇവിടെ നടത്തിയിരുന്നത്. വൈകുന്നേരങ്ങളെ സർഗാത്മകമാക്കിയത് സംവാദങ്ങളാണ്. ആനുകാലിക ജീവിത പ്രശ്നങ്ങൾ, സമൂഹം അനുഭവിച്ചിരുന്ന അതിതീക്ഷ്ണമായിട്ടുള്ള കാലിക വിഷയങ്ങൾ. യോഗാധ്യക്ഷൻ കോഴിക്കോട് സൗത്ത് MLA ബഹുമാന്യനായ ശ്രീ അഹമ്മദ് ദേവർകോവിൽ, മുഖ്യ അതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കുന്ന കോഴിക്കോടിൻ്റെ ബഹുമാന്യനായ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ്, ആമുഖ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ പ്രശസ്ത സാഹിത്യകാരൻ ശ്രീ KP രാമനുണ്ണി, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള വിശിഷ്ടാതിഥി പത്മശ്രീ അരൂപ് കുമാർ ദത്ത, ഡോക്ടർ സുനിൽ ജോൺ, വാർഡ് കൗൺസിലർ ബഹുമാനിയായ ശ്രീമതി രമ്യ സന്തോഷ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, വളരെയേറെ അഭിമാനപൂർവമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. യുനെസ്കോ സാഹിത്യ നഗരം എന്ന് അംഗീകരിച്ച കോഴിക്കോട് നഗരത്തിൽ വളർന്നു വരുന്ന തലമുറയ്ക്കായി, പുതിയ തലമുറയ്ക്കായി അവരുടെ സാഹിത്യ അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും മികവാർന്ന നിലയിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഈ സാഹിത്യോത്സവത്തിന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിവാദ്യങ്ങളും ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും കലാലയ സമൂഹം ഈ പരിപാടിയെ മുൻനിർത്തി വലിയ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാലുഷ്യങ്ങളുടെയും ഉൾക്കലക്കങ്ങളുടെയും കാലത്ത് സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അന്തരീക്ഷം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന വേദികളാണ് സാഹിത്യത്തിൻ്റെയും കലയുടെയും എല്ലാം സംഗമ വേദികളായിട്ടുള്ള സാഹിത്യോത്സവങ്ങളും കലോത്സവങ്ങളും. നമ്മുടെ സമൂഹത്തിലെ വന്യവാസനകളെയും ഹിംസാത്മകമായിട്ടുള്ള ചിന്തകളെയും എല്ലാം സ്ഫുടം ചെയ്തെടുക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നവയാണ് കലയും സാഹിത്യവും എല്ലാം എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. അരിസ്റ്റോട്ടിലിൻ്റെ കാലം മുതൽ കലയും സാഹിത്യവും ഒക്കെ സമൂഹത്തിൽ നിർവഹിക്കുന്നത് ഒരുതരം വിമലീകരണ പ്രക്രിയയാണ് എന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. അരിസ്റ്റോട്ടിലിന് ശേഷം അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ ഖണ്ഡിച്ചിട്ടുള്ള സാഹിത്യ കലാ സൈദ്ധാന്തികരും കലയുടെയും സാഹിത്യത്തിൻ്റെയും സാമൂഹ്യ ധർമ്മത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാട് നിലനിർത്തി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കുന്നത് വളരെ ഉചിതമായ കാര്യമായിരിക്കുമെന്ന് കരുതുകയാണ്. പരസ്പരം സഹജാവബോധത്തോടെ സഹജീവി പരിഗണനയോടെ മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ യുവതീ യുവാക്കൾക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്ന രീതിയിലാണ് നമ്മുടെ കലോത്സവങ്ങളും സാഹിത്യോത്സവങ്ങളും എല്ലാം സംഘടിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് അവിതർക്കിതമായ കാര്യമാണ്. ഈ ഒരു സീസൺ സാഹിത്യോത്സവങ്ങളുടെ കാലമാണ്. വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മുടെ യുവതലമുറ ഈ സാഹിത്യോത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്കേറെ അഭിമാനം പകരുന്ന കാര്യമാണ്. സ്വാഗത പ്രസംഗത്തിൽ ബഹുമാന്യായ പ്രിൻസിപ്പൽ സൂചിപ്പിച്ചതുപോലെ യുക്തിയുടെയും വൈജ്ഞാനിക തൃഷ്ണയുടെയും എല്ലാം കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമെല്ലാം കട്ടകറ്റി നിന്നിരുന്ന ഒരു വിദൂര ഭൂതകാലത്തിലേക്ക് ഇന്ത്യൻ സമൂഹത്തെ മടക്കി കൊണ്ടുപോകുന്നതിനുള്ള വലിയ പരിശ്രമങ്ങൾ സംഘടിതമായ രീതിയിൽ തന്നെ ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യങ്ങളിൽ ഇന്ന് കരുത്താർജിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന് എതിർദിശയിൽ വൈജ്ഞാനികമായ അന്വേഷണങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനും യുക്തിബോധത്തിലും ശാസ്ത്രീയ ചിന്തയിലും അധിഷ്ഠിതമായ അവരുടെ കാഴ്ചപ്പാടുകളെ വികസിപ്പിച്ചെടുക്കുന്നതിനുമെല്ലാം ഇത്തരം കൂട്ടായ്മകൾ ഒരു സ്പേസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് തർക്കരഹിതമായ കാര്യമാണ്.
പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള അസമത്വ ജടിലമായ അസംബന്ധങ്ങൾ നിറഞ്ഞ അനാചാരങ്ങൾ കട്ടകെട്ടി നിന്നിരുന്ന ആ ഇരുണ്ട ഭൂതകാലത്തിലേക്കല്ല, മറിച്ച് പ്രകാശപൂരിതമായ ഒരു ഭാവിയിലേക്കാണ് തങ്ങൾ കൈകോർത്ത് പിടിച്ച് മുന്നേറേണ്ടത് എന്ന കൂട്ടായ്മയുടെ വലിയ സന്ദേശം ഈ സാഹിത്യോത്സവത്തിലൂടെ ഉദ്ഘോഷിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് ആദ്യമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സഹൃദയത്വം എന്ന വാക്കിൻ്റെ അർത്ഥം സമാന ഹൃദയത്വം എന്നുള്ളതാണ്. കലയായാലും സാഹിത്യമായാലും സഹൃദയരുടെ സാന്നിധ്യം കൂടി മുന്നുപാധിയായി പ്രഖ്യാപിക്കുന്നുണ്ട്. കലാകാരനോ കലാകാരിയോ സാഹിത്യകാരനോ സാഹിത്യകാരിയോ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അവരുടെ കർത്തവ്യം നിർവഹിച്ചാൽ അത് കലയും സാഹിത്യവുമായി എണ്ണപ്പെടില്ല. ഒരാളെങ്കിലും അത് ആസ്വദിക്കുമ്പോഴാണ് അത് കലയും സാഹിത്യവുമായി തീരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂട്ടായ്മയുടേതാണ് എന്നുള്ളത് സംശയരഹിതമായ കാര്യമാണ്. അങ്ങനെ മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടു പോകുക, സമാന ഹൃദയത്വം, കവിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ എഴുത്തുകാരിയുടെ ആ അനുഭവങ്ങൾ എല്ലാം തന്നെ വായനക്കാരൻ അനുവാചകരും പങ്കുവയ്ക്കുന്ന സന്ദർഭത്തിലാണ് സാഹിത്യം എന്ന വാക്ക് പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതുപോലെ ഒരു പാട്ട് കേട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു നൃത്തം കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരേ താളത്തിൽ കൈയടിക്കുകയും ഒരേ താളത്തിൽ ശരീരം ചലിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒരു ഐക്യബോധമുണ്ട്. ഹൃദയതാളങ്ങളെ ഏകീഭവിപ്പിക്കുന്ന ആ ഒരു കൂട്ടായ്മയ്ക്ക്, ഐക്യബോധത്തിന് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തിയുണ്ട് എന്നുള്ളതാണ് കാര്യം. അപരവിദ്വേഷവും അസഹിഷ്ണുതയുമാണ് ഏറ്റവും ശ്രേഷ്ഠതയുടെ അടയാളമെന്ന് എണ്ണപ്പെടുന്ന ഒരു കെട്ടകാലത്ത് സൗഹൃദത്തിൻ്റെ വേദികളായി തന്നെ, സ്നേഹവും സാഹോദര്യവും പൂക്കുന്ന വേദികളായി തന്നെ നമുക്ക് ഇവയെ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ആ കാഴ്ചപ്പാടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാഹിത്യോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് ധനസഹായം നൽകി വരുന്നത്. പട്ടാമ്പി കോളേജിൽ നടന്നു വരുന്ന കവിതയുടെ കാർണിവൽ എന്ന പരിപാടിക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ധനസഹായം നൽകാറുണ്ട്. ഇപ്പോൾ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ഈ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും സാഹിത്യ വ്യക്തിത്വങ്ങളുടെ മാർഗദർശിത്വത്തോടെ ബഹുമാന്യനായ ശ്രീ രാമനുണ്ണി സാർ ഉൾപ്പെടെയുള്ളവരുടെ ഹസ്താവലംബത്തോടെ ഈ പരിപാടി നല്ല നിലയിൽ സംഘടിപ്പിക്കാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതിൽ തീർച്ചയായും സന്തോഷവും അഭിമാനവുമുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ആന്തരിക സംഘർഷങ്ങളിലൂടെയും വൈകാരിക സമ്മർദ്ദങ്ങളിലൂടെയുമാണ് നമ്മുടെ യുവതലമുറ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ പ്രതിഫലനങ്ങൾ അവരുടെ സ്വഭാവങ്ങളിൽ കാണുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലല്ല അത് സംഭവിക്കുന്നത് എങ്കിൽ പോലും നേരിട്ട് ഇടപെടാനുള്ള എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള പരിമിതിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലല്ല അവ സംഭവിച്ചത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ്. സ്വാഭാവികമായും ഏറ്റവും കരുണയും ആർദ്രതയും വേണ്ടുന്ന സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈടുള്ള ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് നമുക്ക് കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കലോത്സവ വേദികളും സാഹിത്യോത്സവ വേദികളും വലിയ നിലയിൽ പ്രയോജനപ്പെടും. ഹൃദയങ്ങൾ തമ്മിൽ പാലം കെട്ടുവാൻ കലയ്ക്കും സാഹിത്യത്തിനുമുള്ള കഴിവ് മറ്റൊരു പ്രയോഗത്തിനുമില്ല എന്നുള്ളത് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നവോത്ഥാന കാലയളവ് മുതൽ സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് ഫലപ്രദമായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാഹിത്യത്തിൻ്റെയും കലയുടെയും സംവാദത്തിൻ്റെയും വേദികളാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന മോഹൻലാലിൻ്റെ പഴയ ചോദ്യത്തിന് ആ പരിപാടിയല്ല നമ്മൾ ഇവിടെ നടത്തിയിരുന്നത്. വൈകുന്നേരങ്ങളെ സർഗാത്മകമാക്കിയത് സംവാദങ്ങളാണ്. ആനുകാലിക ജീവിത പ്രശ്നങ്ങൾ, സമൂഹം അനുഭവിച്ചിരുന്ന അതിതീക്ഷ്ണമായിട്ടുള്ള കാലിക വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ
ചർച്ച ചെയ്യുന്ന സംവാദ വേദികളുടെ ഉണർവായിരുന്നു കേരളീയ ഗ്രാമീണ ജീവിതത്തെ തെളിച്ചത്തോടെ മുന്നോട്ട് നയിച്ചത് എന്ന് വലിയ ഗൃഹാതുരത്വ ബോധത്തോടു കൂടി തന്നെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. നവോത്ഥാന നായകരാകെ വെളിച്ചത്തിലേക്ക് നടക്കാനാണ് നമ്മളെ പ്രേരിപ്പിച്ചത്, തിരിഞ്ഞു നടക്കാനല്ല, മറിച്ച് മുന്നോട്ട് പ്രകാശദീപ്തമായ വഴികളിലൂടെ സാഹോദര്യത്തിൻ്റെ അനന്യമായ പാതകളിലൂടെ മുന്നോട്ട് പോകാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങിയ നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുള്ള തലമുറകളാണ് നമ്മുടേത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സമഭാവനയുടെയും സാമൂഹ്യനീതിയുടെയും വെളിച്ചം പകർന്ന പ്രകാശഗോപുരങ്ങളായി തന്നെ നമ്മുടെ നവോത്ഥാന ആചാര്യന്മാർ നിലകൊള്ളുന്നുണ്ട്. അധസ്ഥിതരുടെ അവകാശബോധത്തെ തൊട്ടുണർത്തിക്കൊണ്ട് ആ അവകാശബോധത്തിന് നാവ് നൽകിക്കൊണ്ട് എല്ലാവരും തുല്യരാണ് എന്നുള്ള ആശയം സമൂഹത്തിലാകെ പ്രേഷണം ചെയ്തുകൊണ്ട് അവർ മുന്നേ നടന്നതിൻ്റെ പിന്നാലെ പോയതിൻ്റെ അനുഗ്രഹം തീർച്ചയായും കേരളീയ സമൂഹത്തിനുണ്ട്. ആ നവോത്ഥാന ചിന്തകൾ നമ്മെ മുന്നോട്ട് നയിച്ചെങ്കിൽ പുനരുത്ഥാനവാദത്തിലൂടെ നടന്ന വഴികളിലൂടെ തിരിച്ചു നടക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തികൾ ഇന്ന് കേരളത്തിൻ്റെ മണ്ണിലും കടന്നുകൂടിയിരിക്കുന്നു എന്നുള്ളത് ഉത്കണ്ഠയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇപ്പോൾ നോക്കൂ, കുംഭമേള എന്നൊക്കെ പറയുന്ന ഒത്തുചേരലുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത പ്രാധാന്യം ഇപ്പോൾ കൈവന്നിരിക്കുന്നു. അവിടെ മാലകൾ വിൽക്കാൻ ചെന്ന ഒരു സാധു പെൺകുട്ടിയെ ഒറ്റ ദിവസം കൊണ്ട് താരമാക്കി മാറ്റി മാർക്കറ്റിങ്ങിന് ഏറ്റവും ഫലപ്രദമായ വിധത്തിൽ ആ പെൺകുട്ടിയെ പ്രയോജനപ്പെടുത്തുന്നത് ഈ കുംഭമേളയുടെ സന്ദർഭത്തിൽ നാം കാണുകയുണ്ടായി. ഏറ്റവും വലിയ ദയനീയത, പഠിക്കാൻ ഗ്രാമത്തിൽ ഒരു സ്കൂൾ ഇല്ലാതിരുന്നത് കൊണ്ടും ഒരു നൊമാഡിക് ട്രൈബിൻ്റെ ഭാഗമായിരുന്ന ആ ജീവിതാവസ്ഥകളുടെ പ്രത്യേകതകൾ കൊണ്ടും പഠിക്കാനോ ജീവിതത്തിൽ മറ്റു വഴികൾ തേടാനോ സാധിക്കാതെ പോയ നിർഭാഗ്യവതിയായ കുട്ടിയായിരുന്നു അവൾ എന്നുള്ളതാണ്. ആ വശം മറച്ചു വെച്ചുകൊണ്ടാണ് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളിലൂടെ ഒറ്റ ദിവസങ്ങൾ കൊണ്ട് ഒരു താരോദയം സാധ്യമാക്കുന്ന വിധത്തിലൊക്കെ ഇന്ന് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അപരവിദ്വേഷവും കട്ടകെട്ടി നിൽക്കുന്നു, മറുവശത്ത് കച്ചവട താല്പര്യങ്ങളും അമിതമായ വാണിജ്യവൽക്കരണവും വരേണ്യവൽക്കരണവും. ഇത് വിദ്യാഭ്യാസ മേഖലയിലും വലിയ രീതിയിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ജാഗ്രതാപൂർവം തന്നെയാണ് നാം കാണേണ്ടത്. അതിനെതിരായിട്ട് മാനവിക സാഹോദര്യത്തിൻ്റെ മുദ്രാവാക്യങ്ങൾ, സാമൂഹ്യ നീതി സങ്കല്പനങ്ങൾ എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള കേരളീയ സമൂഹം വീണ്ടും ശക്തമായ നിലയിൽ ആ മുദ്രാവാക്യങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് എന്നെ കേൾക്കുന്ന യുവതലമുറയിലെ കുട്ടികളോട് എനിക്ക് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. ഈ കേരളം എന്ന് പറയുന്ന ആ പച്ച തുരുത്ത് ഇന്ത്യയുടെ ആകെ പ്രതീക്ഷയും പ്രത്യാശയുമായി തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. നമ്മൾ ഉയർത്തിപ്പിടിച്ച അഭിമാനകരമായ മാതൃകകൾ തീർച്ചയായും ഇന്ത്യയിലെ വിവിധ ജനസമൂഹങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്, ആവേശമാണ്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സാമൂഹ്യ ശാസ്ത്രജ്ഞരും സാമ്പത്തിക ശാസ്ത്രജ്ഞരുമെല്ലാം ഒരു പ്രത്യേക പ്രതിഭാസമായി സകൗതുകം കാണുന്ന ഒരു തുരുത്താണ് നമ്മുടേത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സമ്പൂർണ്ണ സാക്ഷരതയും വായനയിലും എഴുത്തിലുമൊക്കെ നമുക്കുള്ള താല്പര്യവും സാമൂഹ്യ സാംസ്കാരിക ജീവിതത്തിൽ നമുക്കുള്ള പങ്കാളിത്തവും എല്ലാമാണ്. ഇന്നിപ്പോൾ ആശയങ്ങൾ ചർച്ച ചെയ്യാനുള്ള പൊതുവേദികളെ ചുരുക്കി കൊണ്ടുവന്നുകൊണ്ട് അടഞ്ഞു കിടക്കുന്ന ആവാസ വ്യവസ്ഥകളിലേക്ക് മനുഷ്യരെ ചുരുക്കി കൊണ്ടുപോകുന്ന ആ പ്രവണതയ്ക്കെതിരെ പൊതു ഇടങ്ങൾ തിരിച്ചു പിടിക്കുക എന്നുള്ള സുപ്രധാനമായ ഉത്തരവാദിത്തവും നമ്മുടെ ചുമലുകളിൽ നിക്ഷിപ്തമാണ് എന്നാണ് കൊച്ചുകൂട്ടുകാരെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇതുപോലെ ജാതിക്കും മതത്തിനും മറ്റ് വിഭാഗീയതകൾക്കുമെല്ലാം അപ്പുറത്ത് മനുഷ്യരെന്നുള്ള നിലയ്ക്ക് നമുക്ക് ഒന്നിച്ചിരിക്കാൻ എക്കാലത്തും സാധിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ആ നിലയിൽ സാധിക്കേണ്ടതുണ്ട്. രാജ്യത്ത് ജനിച്ച് വളർന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ മനുഷ്യരും ഈ രാജ്യത്തിന് അവകാശികളാണ് എന്ന ആ സന്ദേശത്തിന്
ഏറ്റവും പ്രസക്തി ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ് ഇത്. അതുകൊണ്ട് സാമൂഹ്യ സാഹോദര്യത്തിൻ്റെയും അപര പരിഗണനയുടെയും മഹത്തായ സന്ദേശങ്ങൾ എന്നും ഉരുക്കഴിച്ചിട്ടുള്ള കേരളത്തിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനും സുഖത്തിനായി തീരണം എന്ന് നമ്മൾ എക്കാലത്തും മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ആ പ്രാർത്ഥന, അത് കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം കൂട്ടായ്മകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കരുത്ത് പകരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നമ്മുടെ ജർമ്മൻ എഴുത്തുകാരനും നാടക പ്രവർത്തകനുമൊക്കെ ആയിരുന്ന ബെർട്ടോൾഡ് ബ്രെഹ്റ്റ് പറഞ്ഞ പോലെ, ഇരുണ്ട കാലത്തും പാട്ടുണ്ടാകുമോ? ഉണ്ടാകും. ഇരുണ്ട കാലത്തിൻ്റെ പാട്ട്. ഇരുണ്ട കാലത്തിൻ്റെ പാട്ടുകാരാവാൻ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാരും ഈ സാഹിത്യോത്സവത്തിലൂടെ ഊർജ്ജസ്വലരായ പടയകവിൻ്റെ പാതയിലൂടെ മുന്നേറിക്കൊണ്ട് നാക് പരിശോധനയുടെ ഭാഗമായി A+ നേടിയ കലാലയ സമൂഹത്തെ അതിനെ മുൻനിർത്തിക്കൂടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നാക് A+ൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം കൂടി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. വൈകിട്ട് എന്താ പരിപാടിയെന്ന് മോഹൻലാലിൻ്റെ പഴയ ചോദ്യത്തിന് ആ പരിപാടിയല്ല നമ്മൾ ഇവിടെ നടത്തിയിരുന്നത്. വൈകുന്നേരങ്ങളെ സർഗാത്മകമാക്കിയത് സംവാദങ്ങളാണ്. ആനുകാലിക ജീവിത പ്രശ്നങ്ങൾ, സമൂഹം അനുഭവിച്ചിരുന്ന അതിതീക്ഷ്ണമായിട്ടുള്ള കാലിക വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന സംവാദ വേദികളുടെ ഉണർവായിരുന്നു
റാഗിങ്ങുമായി ബന്ധപ്പെട്ട വളരെ വേദനാജനകമായ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അവ സംഭവിച്ചത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലാണ്. സ്വാഭാവികമായും ഏറ്റവും കരുണയും ആർദ്രതയും വേണ്ടുന്ന സ്ഥാപനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യം തന്നെയാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഈടുള്ള ഹൃദയബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് നമുക്ക് കുട്ടികൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന കലോത്സവ വേദികളും സാഹിത്യോത്സവ വേദികളും വലിയ നിലയിൽ പ്രയോജനപ്പെടും. ഹൃദയങ്ങൾ തമ്മിൽ പാലം കെട്ടുവാൻ കലയ്ക്കും സാഹിത്യത്തിനുമുള്ള കഴിവ് മറ്റൊരു പ്രയോഗത്തിനുമില്ല എന്നുള്ളത് കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നവോത്ഥാന കാലയളവ് മുതൽ സമൂഹത്തെ സ്ഫുടം ചെയ്തെടുക്കുന്നതിന് ഫലപ്രദമായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാഹിത്യത്തിൻ്റെയും കലയുടെയും സംവാദത്തിൻ്റെയും വേദികളാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന മോഹൻലാലിൻ്റെ പഴയ ചോദ്യത്തിന് ആ പരിപാടിയല്ല നമ്മൾ ഇവിടെ നടത്തിയിരുന്നത്. വൈകുന്നേരങ്ങളെ സർഗാത്മകമാക്കിയത് സംവാദങ്ങളാണ്. ആനുകാലിക ജീവിത പ്രശ്നങ്ങൾ, സമൂഹം അനുഭവിച്ചിരുന്ന അതിതീക്ഷ്ണമായിട്ടുള്ള കാലിക വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന സംവാദ വേദികളുടെ ഉണർവായിരുന്നു കേരളീയ ഗ്രാമീണ ജീവിതത്തെ തെളിച്ചത്തോടെ മുന്നോട്ട് നയിച്ചത് എന്ന് വലിയ ഗൃഹാതുരത്വ ബോധത്തോടു കൂടി തന്നെ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്.